അനാവശ്യമായി ബി.ജെ.പിയെ വലിച്ചിഴയ്ക്കാനുള്ള ഒരു പ്രവണത നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ശ്രമം നടത്തുന്നവർക്കെതിരെ ബി.ജെ.പി അതിശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. എത്രയും പെട്ടെന്ന് ഈ പ്രവണത അവസാനിപ്പിക്കണമെന്ന് ബി.ജെ.പി ഉത്തരവാദിത്തപ്പെട്ടവരോട് ആവശ്യപ്പെടുന്നു. ഇടനിലക്കാരെ വച്ച് കോടികൾ കൊടുത്ത് സിനിമാക്കാരെ വശത്താക്കേണ്ട ഗതികേട് ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള ബി.ജെ.പിക്കില്ല. അത് ഈ വിവാദം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവർ ഓർക്കണം. ആരെങ്കിലും ബി.ജെ.പിയിൽ അംഗത്വമെടുക്കുകയും ബി.ജെ.പിയോടൊപ്പം ഒരുമിച്ച് യാത്ര ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ സിനിമാ മേഖലയിലും സാഹിത്യ മേഖലയിലുമുള്ളവർ അവർ ബി.ജെ.പിയോടൊപ്പം നിൽക്കുന്നത് ദേശീയതയോടുള്ള താല്പര്യം, നരേന്ദ്രമോദിയുടെ മികവുറ്റ ഭരണത്തിലുള്ള താല്പര്യം, അതോടൊപ്പം തന്നെ ബി.ജെ.പി ഉയർത്തിപ്പിടിക്കുന്ന ആദർശത്തിനോടുള്ള താല്പര്യം, ഇതാണ് സിനിമാ മേഖലയിലും സാംസ്കാരിക മേഖലയിലുമുള്ളവർ ആരെങ്കിലും ബി.ജെ.പിയോടൊപ്പം കൂടിയിട്ടുണ്ടെങ്കിൽ അതിന് നിദാനമായിട്ടുള്ളത്. അങ്ങനെയുള്ള ആൾക്കാരെ പണത്തിൻ്റെയും മറ്റ് ഇത്തരത്തിലുള്ള ഇക്കിളിപ്പെടുത്തുന്ന ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്നവരെ ഇക്കിളിപ്പെടുത്തുന്ന ഇത്തരത്തിലുള്ള നീചമായ ആരോപണങ്ങൾ ഉന്നയിച്ച് അവഹേളിക്കാനും അപമാനിക്കാനും ശ്രമിക്കരുത്. ശ്രീ സുരേഷ് ഗോപി കേരളത്തിലെ സിനിമാ മേഖലയിലുള്ള ആൾക്കാർക്കൊരു ഉദാഹരണമാണ്. അദ്ദേഹം ഇന്ന് സിനിമാ മേഖലയിൽ സജീവമായിട്ട് നിന്നിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് എത്രയോ കോടികൾ ഉണ്ടാക്കാമായിരുന്നു. ആ കോടികളെല്ലാം തൃണവഗണിച്ചുകൊണ്ടാണ് ദേശീയതയ്ക്കൊപ്പം, നരേന്ദ്രമോദിക്കൊപ്പം, ബി.ജെ.പിക്കൊപ്പം സുരേഷ് ഗോപി വരാൻ തയ്യാറായത്. ഇങ്ങനെയുള്ള മാതൃക ഒരു സുരേഷ് ഗോപി മാത്രമല്ല, ഇങ്ങനെയുള്ള മാതൃകകൾ കേരളത്തിലും ഇന്ത്യയിലും നിരവധിയുണ്ട്. അവരെ അപമാനിക്കാൻ ആര് ശ്രമിച്ചാലും അത് വച്ചുപൊറുപ്പിക്കില്ല എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ ശ്വേതാ മേനോനാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. ശ്വേതാ മേനോൻ അമ്മയുടെ പ്രസിഡന്റായത് ബി.ജെ.പിയുടെ പ്രതിനിധി എന്ന നിലയിലല്ല. ശ്വേതാ മേനോനെ തെരഞ്ഞെടുത്തത് ഈ കേരളത്തിലെ ബഹുമാന്യരായിട്ടുള്ള സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ്. ശ്വേതാ മേനോൻ ഒരു ദേശീയവാദിയാണ് എന്ന് എനിക്കറിയാം, ഞങ്ങൾക്കറിയാം. ശ്വേതാ മേനോൻ നരേന്ദ്രമോദിയുടെ ഭക്തയാണ് എന്നും അറിയാം. അതേസമയത്ത് ശ്വേതാ മേനോൻ ബി.ജെ.പി